ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിൻസസ് ബ്ലൗസ് കട്ടിംഗ് ആണ് കേട്ടോ. പ്രിൻസസ് ബ്ലൗസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാം. അത് നമ്മൾ അതിൻ്റെ കണക്കും അളവൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു പണിയില്ല കേട്ടോ. നമ്മൾ ആ ടക്ക് ഇടുന്ന രീതിയാണ് നമുക്ക് പ്രിൻസസ് കട്ടിങ്ങിൽ മെയിനായിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നൈറ്റിയുടെ തുണിയാണ്. ഞാൻ നിങ്ങൾക്ക് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നൈറ്റി തുണി തന്നെ ആയിരുന്നു. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു നൈറ്റി തുണിയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ മുൻകൂട്ടി തന്നെ പറയാണ് നൈറ്റി തുണിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ ഈ ചീത്ത വശത്ത് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കിങ് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് നല്ല ഭാഗത്ത് തന്നെയാണ് കട്ടിങ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം. ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 13.5 ഇഞ്ചാണ് കേട്ടോ. 13.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 14.5 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 14.5 ഇഞ്ച് ലെങ്ത്ത് ടോട്ടലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അവിടെ അപ്പോൾ 14.5 ഇഞ്ചാണ് 36 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത് കേട്ടോ. 36 ഇഞ്ചിൻ്റെ ബ്ലൗസാണ്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് 3 ഇഞ്ച് ഞാൻ നെക്ക് വീതി മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോൾഡർ 2.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിഗാള് മാർക്ക് ചെയ്യാം. റിഗാള് ഞാൻ എടുക്കുന്നത് ഒരു 6 ഇഞ്ച് 5.5-6 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു അളവ് കാണിച്ചു തരുന്നു മാത്രം. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ 1.5 ഇഞ്ച് അപ്പുറത്തേക്ക് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5-2 ഇഞ്ചോ നമുക്ക് വേണമെങ്കിൽ തയ്യൽ തുമ്പ് എടുക്കാം. അപ്പോൾ 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിഗാളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ മൂലഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ബാക്ക് പാർട്ടാണ് ഞാൻ വെട്ടുന്നത് കേട്ടോ. ബാക്കിലാണ് ഇങ്ങനെ, ഫ്രണ്ടിൽ നമുക്ക് വ്യത്യാസം വരുത്താനുണ്ട്. ഇനി ഇതിനെ മിഡ് പോയിൻ്റ് എടുക്കുക, സെൻറ്റർ പോയിൻ്റ് ഈ അളവിൻ്റെ. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇതേപോലെ കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് അളവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് 1 ഇഞ്ച് നമുക്ക് കൂടുതലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ടെക്ക് വരുമ്പോൾ കുറഞ്ഞു പോകും, അതുകൊണ്ടാണ്. പിന്നെ 1.5 ഇഞ്ച് ഞാൻ അപ്പുറത്തേക്ക് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ, അതിൽ കൂടെ വേണം നമുക്ക് കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അപ്പുറത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതുണ്ടല്ലോ, അതിലൂടെയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൻ്റെ മാർക്ക് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ കൂടെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേസ്റ്റ് അളവ് 7.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. അപ്പം 3.25 ഇഞ്ച് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമുക്ക് ടെക്കിനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 3.5 ഇഞ്ചിന് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടെക്കിന് വേണ്ടിയിട്ട്. ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ, ഞാൻ വീണ്ടും പറയണേ. ഇനി 1/2 ഇഞ്ച് ഇങ്ങോട്ടും 1/2 ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്കും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് നമുക്ക് ഈ മാർക്ക് ചെയ്തതിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബാക്ക് ടെക്കാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് തോന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത അതിൽ കൂടെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി റിഗാൾ കൈക്കുഴി ഇതേപോലെ വെട്ടിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ സാധാ നോർമൽ ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കണേക്കാളും സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രിൻസസ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ കട്ടിങ് മാത്രം മനസ്സിലാക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ നെക്ക് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. വീതി എടുത്തിട്ടുള്ളത് 3, ഇറക്കം ഞാൻ എടുക്കുന്നത് ഒരു 5 ഇഞ്ചാണ്. ചെറിയ നെക്കാണ് എടുക്കുന്നത് കേട്ടോ, ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ അടിഭാഗത്തും ഇതേപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ വളച്ച് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് വെച്ച് തന്നെ വേണം നമുക്കിതിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യാൻ. പക്ഷേ ആ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ വരുത്താനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടെക്ക് മാർക്ക് ചെയ്ത ഈ ഭാഗമാണല്ലോ, അവിടെ ഒരു കട്ട് കൊടുക്കാം. നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് ആ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് കറക്റ്റ് അളവിൻ്റെ അവിടെയും ഒരു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേപോലെ തുണി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നമുക്ക് 1 ഇഞ്ച് മേലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ബാക്ക് പീസിൽ നമുക്ക് 1 ഇഞ്ചാണ് ഇറക്കം കൂട്ടിയെടുക്കേണ്ടത്. ഫ്രണ്ട് പീസിലേക്ക് നമുക്ക് 2 ഇഞ്ച് ഇറക്കം കൊടുക്കണം. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ബാക്ക് പീസിൽ 1 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ തുണി കയറ്റിയിടുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ആ അളവ് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ അതേപോലെ തന്നെ ഞാൻ ഒരേ അളവിൽ തന്നെയാണ് ബാക്കും ഫ്രണ്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കൈക്കുഴിയിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ടെക്ക് ഉണ്ടല്ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ടെക്കിൽ ഇതേപോലെ തന്നെ ഫ്രണ്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവുണ്ടല്ലോ നമ്മൾ 7.5 ഇഞ്ച് എടുത്ത് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാലും മാർക്ക് ചെയ്യണ്ട. ആ കറക്റ്റ് അളവ് 7.5 ഇഞ്ചിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ചാണ് നമുക്ക് ഇവിടെ എക്സ്ട്രാ കൂടുതൽ ടെക്കിന് വേണ്ടി എടുക്കേണ്ടത്. ബാക്കിൽ നമ്മൾ എടുത്തത് 1 ഇഞ്ചാണ് കേട്ടോ. ഇനി എന്നിട്ട് അപ്പുറത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ വ്യത്യാസം വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതേ അളവ് തന്നെ നമുക്ക് അറികാളുടെ ഭാഗത്ത് കൈക്കുഴിയുടെ ഭാഗത്തും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് അളവിലും. പിന്നെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിൽ ടെക്കിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കണം വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് അളവിൽ അതിൽ കൂടി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അതിൽ കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിൽ കൂടി നമുക്ക് മാർക്ക് ചെയ്യേണ്ട. നമ്മൾ ബാക്ക് വെട്ടിയതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് നമ്മൾ റിഗാർഡ് ഇതേപോലെ ആ എൽ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഒന്ന് കുറച്ചെടുക്കണം. 1 ഇഞ്ചാണ് ഫ്രണ്ടിൽ നമുക്ക് കുഴിക്കാൻ വേണ്ടത്. ബാക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ഇഞ്ച് 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി ആ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് 1/4 ഇഞ്ച് ഇങ്ങോട്ട് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ടെക്കിന് മാർക്ക് ചെയ്ത പോലെ തന്നെ ആ 3.25 താഴത്തെടുത്ത പോലെ തന്നെ ഇവിടെയും 3.25 എടുത്തിട്ട് ആ 10 മാർക്കിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ടെക്കിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ കട്ടിങ് കട്ട് ചെയ്യാനായിട്ടാണ്. ഇനി നമ്മളിവിടെ കുഴിച്ച് വരച്ച ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ഈ 1/2 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ആ ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് വളച്ച് വരച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ. എന്നിട്ട് ആ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ ടെക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല 3.25 ഇഞ്ച് അതിലേക്കും ഇതേപോലെ ഒന്ന് കുഴിച്ച് വരക്കുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇതേപോലെ അങ്ങനെ റൗണ്ട് ഇതാ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ അളവ് നമുക്ക് ബാക്കും ഫ്രണ്ടും ഞാൻ ഒരുപോലെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലൊക്കെ വ്യത്യാസം വരുത്തട്ടോ നിങ്ങളുടെ അളവിനനുസരിച്ച്. ഇനി നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ ആ 1/4 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് തള്ളി മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വരച്ചില്ലേ അതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെട്ടരുത് കൈക്കുഴി. ബാക്കിലേക്ക് നമുക്ക് 2 ഇഞ്ചും 1.5 ഇഞ്ച് കുഴിച്ചിട്ടും ഫ്രണ്ടിലേക്ക് നമുക്ക് 1 ഇഞ്ച് കുഴിച്ചുമാണ് വരക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ മാർക്കിങ് ഇതേപോലെ നോക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഉള്ളിലത്തെ കട്ട് പീസും നമുക്ക് കളയണം, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ നമുക്ക് ആ ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് നേരെ ആ കൈക്കുഴിക്ക് നമ്മൾ വരച്ചിട്ടില്ലേ അതിൽ കൂടെ കണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിലത്തെ പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഇതാണ് നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ആ ഷോൾ എന്താ പറയുക റിഗാളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വളച്ചടിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ബാക്കിലത്തെ ടെക്ക് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബ്ലൗസിന് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്ക് ഓപ്പണാണ് ചെയ്യുന്നത് ഉക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പീസ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഉക്ക് വെക്കാനായിട്ട്. അപ്പം നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യെ ഞാൻ വെട്ടി കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് 5 ഇഞ്ച് ഇറക്കാണ് ഞാൻ സ്ലീവിന് എടുത്തിട്ടുള്ളത്. ഇനി ആ അറ്റത്ത് പോയിട്ട് നമുക്ക് ഇതേപോലെ 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിവശം ഞാൻ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പടക്കം. പിന്നെ നമ്മളെ കൈക്കുഴിയുടെ അളവ് നമുക്ക് 9 ഇഞ്ചാണ്. ആ 9ൻ്റെ പകുതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുഴിച്ച് എന്നിട്ട് നമുക്ക് കുഴിച്ച് ഇതേപോലെ വരച്ച് കൊടുക്കുക. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ സ്ലീവ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും കേട്ടോ.
അപ്പോൾ നമ്മളെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ അവിടെ ഒന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടി കൊടുക്കുകയും വേണം കേട്ടോ ബ്ലൗസിനാവുമ്പോൾ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കുഴി ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ കുഴിച്ച ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ചെറുതായി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് മതി, ആ സെൻറ്ററിൽ മാത്രം കേട്ടോ, അറ്റത്തേക്ക് പോവരുത്. ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു, നമ്മൾ ടോട്ടൽ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.